ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു റെസിപ്പി വീഡിയോ ആണ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു റെസിപ്പിയാണ് എഗ്ഗ് യൂസ് ചെയ്തിട്ടുള്ള ബ്രൗണി ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ബട്ടർ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് നമ്മൾ മെൽറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ബട്ടർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ബട്ടറും ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഹാഫ് കപ്പ് ബട്ടറും ഹാഫ് കപ്പ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ചോയ്സ് അനുസരിച്ച് എടുക്കാം. ഞാൻ ഡാർക്കും മിൽക്കും കൂടെയാണ് എടുത്തേക്കണത്. മിൽക്ക് മാത്രമായിട്ട് എടുക്കാം. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു നല്ല ഡാർക്ക് ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു കയ്പ്പ് ടേസ്റ്റ് വരുമല്ലോ, ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഫുള്ള് ഡാർക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ മിൽക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ. പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് എടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് എപ്പോഴും ബ്രൗണിക്ക് ചേർക്കണത് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു മെത്തേഡ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗും ഷുഗറും വേറെ ബീറ്റ് ചെയ്തിട്ട് അതിൽ ഒഴിക്കാം. ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് വിസ്കോ വെച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി, അങ്ങനെ ഒഴിക്കാം. ഇത് നമ്മൾ പെട്ടെന്നൊരു എളുപ്പപ്പണി നോക്കണതാണ്, പക്ഷെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. എഗ്ഗ് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണ്ട പൊട്ടിച്ചൊഴിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ എഗ്ഗ് പൊട്ടിച്ചിട്ട് അതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ജസ്റ്റ് വേറെ ഏതെങ്കിലും ബൗളിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ചെക്ക് ചെയ്താൽ മതി, എന്നിട്ട് ആഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇത് മുഴുവൻ വേസ്റ്റ്. അപ്പോൾ 2 എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബാറ്ററിയിലേക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. എപ്പോഴും നമ്മളാ ഒരു ടെക്സ്ചർ കണ്ടിട്ടില്ലേ, കേക്ക് പോലെല്ലാം ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മിക്സ് ചെയ്യുന്നതിൽ അങ്ങനെ കേക്ക് പോലെ അങ്ങനെ റിസ്ക് ഉള്ളതൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ബ്രൗണി. നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് നമുക്ക് ഫ്ലോർ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബ്രൗണി ചെയ്യുമ്പോൾ നമ്മൾ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ പല ടൈപ്പ് ഉണ്ടല്ലോ ബ്രൗണീസ്, ഡാർക്ക് ഉണ്ട്, അതുപോലെ മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും വൈറ്റും നമുക്ക് ബ്ലോണ്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ബേസ് എല്ലാം ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. പിന്നെ അതിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന വെറൈറ്റി ഐറ്റംസ് അനുസരിച്ചിട്ടാണ് അത് ഡിഫറൻസ് വരെ എല്ലാത്തിലും. അതുപോലെ തന്നെ ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ചോയ്സ് അനുസരിച്ചിട്ട് തന്നെ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക കേട്ടോ. മിനിമം ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ടോട്ടൽ നമ്മൾ ഫ്ലോർ ആഡ് ചെയ്യേണ്ടത് 1 കപ്പാണ്. 1 കപ്പിൽ കൊക്കോ പൗഡർ ഇൻക്ലൂഡ് ആയിരിക്കണം, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചെയ്യണത് 1 കപ്പ് എടുക്കുക, അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അത് കൂടുതൽ ഡാർക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ നമുക്ക് 5 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് ആ കപ്പിലേക്ക് മൈദ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇതിലെപ്പോഴും കേക്ക് ചെയ്യുന്നവർ തന്നെ ആയിരിക്കും റെഗുലറായിട്ട് കാണുന്നത്. അപ്പോൾ അവർക്ക് തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കൊക്കോ പൗഡർ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ടേസ്റ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ തന്നെ കിട്ടുന്ന കൊക്കോ പൗഡേഴ്സ് ഉണ്ട്, അത് ആഡ് ചെയ്യുക. അതെല്ലാം ലൈറ്റ് കസ്റ്റമർ പറയുമല്ലോ നമുക്ക് വല്ലാണ്ടായ ഒരു കയ്പ്പ് ടേസ്റ്റ് വേണ്ടാന്നുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡേഴ്സ് ആഡ് ചെയ്യുക. ഇവിടെ ചോക്ലേറ്റ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഡാർക്ക് ടൈപ്പ് ഉണ്ട് എടുത്തിട്ടുള്ളത്. അത് അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫ്ലോറ് നന്നായിട്ട് ഒരു ബാറ്ററിയിലേക്ക് മിക്സ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗണിയുടെ ഒരു ബേസ് റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, നട്ട്സ് കൊടുക്കുക, ചോക്കോ ചിപ്സ്, അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് അത് നമ്മൾ ലാസ്റ്റ് മിക്സിങ് ഉണ്ടല്ലോ, മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ശരിക്കും ബ്രൗണി നമ്മൾ ചെയ്യുക. റെസിപ്പിയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാവാനാണ് ഞാനിപ്പോൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യണതും ഫ്ലോർ ആഡ് ചെയ്യണമൊക്കെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെ ബാറ്റർ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും കേട്ടോ, അങ്ങനെ കുറച്ചൊന്ന് ടൈറ്റായിട്ടിരിക്കുന്ന ബാറ്റർ ആയിരിക്കും ഇതിൻ്റെ വരിക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തുകൂട്ടാണ് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് കുറച്ച് ഹേസൽനട്ടും പിസ്തയും കൂടി ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ചോയ്സ് അനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇത് സെയിൽ ചെയ്യാനായിട്ടുള്ള പർപ്പസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് റേറ്റ്, ഇവിടെയൊക്കെ നമ്മൾ ബ്രൗണീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 ഒക്കെയാണ് 1 kg റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളതിൽ വെറൈറ്റി ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ന്യൂട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ലാസ്റ്റ് ബേക്കിംഗ് ടൈമിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കും. നട്ട്സ് ആയാലും ഒക്കെ ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കുന്നതിനും ഒക്കെ എക്സ്ട്രാ ചാർജസ് ആണല്ലോ വരിക. അപ്പോൾ അതനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നട്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഇട്ടേക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലെ ആണെന്നുണ്ടെങ്കിൽ വലിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് പാനിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ.
ഫില്ലിങ്ങിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പറയണ്ടായിരുന്നു, ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നത്. ഇതുപോലുള്ള തിന്നായിട്ടുള്ള ആയിരിക്കും ഒരുവിധം പേരും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും നന്നായിട്ടൊന്ന് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബട്ടർ പേപ്പറിൽ. ഇപ്പോൾ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്കറിയാലോ ബ്രൗണിൽ ഇത്രയും നമ്മൾ ചോക്ലേറ്റും അതുപോലെ ബട്ടറൊക്കെ ഇഷ്ടം പോലെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബട്ടർ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചിട്ട് ബട്ടർ പേപ്പറുമ്മലും ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാറ്റർ ഒഴിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ റോളായിട്ട് വരുന്നുണ്ട്, കുറച്ചും കൂടി ഒരു ഓയിലി ടെക്സ്ചർ ഉള്ളതാണ് കൂടുതൽ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് ഇതുമ്പോൾ ബട്ടറൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റോളായിട്ട് ഇവിടെ നാട്ടിലും കിട്ടും. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ ചോദിച്ചിട്ട് റോളായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ മേടിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും റേറ്റ് കൂടുതലായിരിക്കും സാധാ ബട്ടർ പേപ്പറിനേക്കാളും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാനിപ്പോൾ വീട്ടിലേക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നോർമൽ ബട്ടർ പേപ്പർ തന്നെയാണ് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ പാനാണ്. പിന്നെ ചില കസ്റ്റമർ പറയും ഭയങ്കര നൈസായിട്ട് കനം ഭയങ്കര കുറഞ്ഞിട്ട് മതി. അങ്ങനെയൊക്കെ ആവുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം തന്നെ 9 ഇഞ്ചിൽ ബേക്ക് ചെയ്യുക. വളരെ തിന്നായിരിക്കും കേട്ടോ. അപ്പോൾ ചിലൊരു പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാറുണ്ട്. നോർമലി ഇത് കറക്റ്റ് ഇതിന് റെസിപ്പിക്ക് 8 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ. ഇനി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറക്കുക, 7 ഇഞ്ച് ആക്കുക, അങ്ങനെ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന പോലെ തന്നെ പെട്ടെന്നൊന്നും സ്പ്രെഡ് ആവില്ല. അതിന് ശേഷം നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കൂടുതലായി കട്ട് ചെയ്യുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫുൾ റിച്ച് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ വലിയ പീസസ് ഇങ്ങനെ ടോപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ ബേക്ക് ചെയ്യുന്ന ടൈമിൽ. അതിന് ശേഷം ഒരു 150 ഡിഗ്രിയിൽ ഒരു 25-30 മിനിറ്റ്, എൻ്റെ ഓവനിൽ 20 മിനിറ്റ് മതി, എന്നാലും ഒരു ഹാഫ് അവറൊക്കെ ഏകദേശം എടുക്കും ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ഒക്കെ കൊടുക്കാൻ, ന്യൂട്ടല്ലയോ അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഗണാഷോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗണാഷ് നല്ല തിക്കായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ദിവസം ഷെൽഫ് ലൈഫൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള ടോപ്പിംഗ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രൗണിയുടേത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചായിട്ടൊരു ട്രെൻഡായിട്ടുണ്ട്. ബ്രൗണീസ് കുറേ കസ്റ്റമറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ അത്യാവശ്യം അറിയാലോ ബട്ടർ ചോക്ലേറ്റ് ഒക്കെ നല്ല റിച്ചായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പിന്നെ കട്ട് ചെയ്യുന്നത് എപ്പോഴും ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോരും. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ചൂടാറിയതിന് ശേഷം വേണം ബട്ടർ പേപ്പറിൽ നിന്ന് എടുക്കാനും. പിന്നെ വീട്ടിലേക്കൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരക്ക് ആയിരിക്കും വേഗം കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഇത്രയും ഹൈറ്റ് ഇട്ടാൽ ഞാൻ കണ്ടില്ലേ, ഈ ഒരു ഹൈറ്റ് കിട്ടും ഈ ഒരു റെസിപ്പിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ബ്രൗണിയാണ് ശരിക്കും. ബ്രൗണി പിന്നെ പല പല വെറൈറ്റീസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഫുള്ളായിട്ട് വെച്ചാണെങ്കിൽ കുറച്ചും കൂടിയും സ്വീറ്റായിട്ട് നിൽക്കും. അത് നമ്മളെ ചോയ്സ് അനുസരിച്ചിട്ട് ഇപ്പോൾ കസ്റ്റമറിനോടായാലും ഡിസ്കസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.